Morning, dear students. Today we are going to see what is the problems of net income approach. Net income approach ന്റെ problem ആണ് ചെയ്യാൻ പോണത്. ഓർക്കേണ്ട ഒരു കാര്യം, net income approachൽ value calculate ചെയ്യുക. Value is equal to S plus D, where V is the total market value of the firm, S is the market value of equity shares, and D is the market value of debt. Clear? Overall capitalization rate K0 can be calculated as EBIT divided by V. ഇതൊന്നും മറന്നു പോകരുത്. പ്രോബ്ലം ഞാൻ വായിക്കാം. പ്രോബ്ലം ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. ഇറ്റ് ഈസ് എക്സ്പെക്ടിങ് ആൻ ആനുവൽ എബിറ്റ് ഓഫ് റുപ്പീസ് 1 lakh. എബിറ്റ് ഇസ് 1 lakh. എബിറ്റ് 1 ലക്ഷമാണ്. ക്ലിയർ? സോ എബിറ്റ് ഇസ് 1 lakh. ഒരു ലക്ഷമാണ് എബിറ്റ്. ക്വസ്റ്റ്യനിൽ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ. ദ കമ്പനി ഹാസ് 4 lakhs ഇൻ 10% ഡിബെഞ്ചേഴ്സ്. ഡെപ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഡെപ്റ്റിൻ്റെ 4 ലക്ഷമാണ് ഡെപ്റ്റിൻ്റെ വാല്യൂ. 4 lakhs. ക്ലിയർ? ആൻഡ് 10% ആണ് ഡെപ്റ്റ്. 10% ഡെപ്റ്റ്. ദ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇസ് 12.5. KE is given in the question as 12.5%. ഇന്നലെ തന്ന ആ ഒരു ഇതിൽ ഈ പ്രോബ്ലം ഉണ്ട് തോന്നുന്നുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലെങ്കിൽ ഇന്നലത്തെ PDF ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ. ആൻഡ് യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം. ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേമേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേമിൻ്റെ ഇത് എഴുതാം. ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം ഇസ് ഈക്വൽ ടു S plus D. Clear? S വേണം, D വേണം. അപ്പോൾ let us start with how to calculate S. Sൻ്റെ കാൽക്കുലേഷന് നമുക്ക് എന്താ വേണ്ടത്? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വേണം. ക്ലിയർ? സോ നമുക്ക് കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ഓഫ് ദ ഫേം ഒരു ഓർഡറിൽ പോകണം. വാല്യൂ ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യാണ്. വാല്യൂ ഓഫ് ഫേം ആദ്യം we'll start with EBIT. Clear? EBIT is given in the question as 1 lakh. Clear? EBIT നിന്ന് നമ്മൾ എന്താ മൈനസ് ചെയ്യുക? What you are going to minus? എന്താ മൈനസ് ചെയ്യാൻ പോണേ? ഇൻട്രസ്റ്റ്. യൂഷ്വൽ പ്രൊസീജിയർ ആണ്. ലെസ് ഇൻട്രസ്റ്റ്. ക്ലിയർ? 10% ആണ്. 4 ലക്ഷത്തിൽ 40,000 ആണ് ഇൻട്രസ്റ്റ്. There is no tax ഒന്നുമില്ല. So this is the earnings available to equity shareholders. Equity shareholders in the earnings ആണ്. What is that amount? It is 60,000. 60,000 ആണ്. Clear? And what is next? Equity capitalization rate or KE. KE is given as equity capitalization rate is given as 12.5%. I hope you can calculate what? Calculate S now. S calculate alla samayayi. S is equal to market value of equity shares. S is equal to 60,000 into 60,000 divided by 12.5%. Percentage ഇട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. It comes to 4,80,000. This is the market value of debt. Is it clear for you? S ആണ് നമ്മളുടെ market value of equity shares. And Sൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? D. D is given in the question. D ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4 ലക്ഷമാണ് D. അല്ലേ? So what will be the total? The total is 8,80,000, which is the value of the firm. Is it clear for you? ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒരേ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ഇല്ലസ്ട്രേഷനും കൂടി ഉണ്ട്, സെക്കൻഡ് ഇല്ലസ്ട്രേഷൻ. അതിൻ്റെ ക്വസ്റ്റ്യനും ഞാൻ ഇന്നലെ തന്നിട്ടുണ്ട്. സെക്കൻഡ് ഇല്ലസ്ട്രേഷനിൽ കമ്പനി എക്സ്പെക്റ്റഡ്, അവിടെ അതെ എബിറ്റ് ഇസ് ഗിവൺ ആസ് 80,000, 80,000 എബിറ്റ്. ഇറ്റ് ഹാസ് 2,08% ഡിബെഞ്ചേഴ്സ്. ഡെപ്റ്റ് 2 ലക്ഷമാണ് അല്ലേ, 8% ഡെപ്റ്റാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ ഫേം. വി ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ്. ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം വി. ആൻഡ് ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് അക്കോർഡിംഗ് ടു ദ നെറ്റ് ഇൻകം അപ്രോച്ച്. ക്ലിയർ. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് വാല്യൂ ഓഫ് ദ ഫേം മാത്രമല്ല K0 കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ K0 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, ഒരു സ്റ്റെപ്പും കൂടിയും ആഡ് ചെയ്യണം. K0 is equal to EBIT divided by value of the firm. EBIT കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ K0 കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? രണ്ടാമത്തെ ആൻസറായി. ഇഫ് ദ ഡിബെഞ്ചർ ഡെപ്റ്റ് ഇസ് ഇൻക്രീസ് ടു 3 lakh, എത്രയാവും? ഒരു പ്രാവശ്യം കൂടിയും പ്രോബ്ലം ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കായിട്ട് ചെയ്യേണ്ടതാണ്. ഒന്നുമില്ല, അതിൽ വാല്യൂ ഓഫ് ദ ഫേമും കൂടി K0 കൂടി കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളൊരു അഡീഷണൽ സ്റ്റെപ്പേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ടുമോറോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ക്ലിയർ? സോ ടേക്ക് കെയർ. ബൈ ബൈ.